സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ പകർച്ചവ്യാധികളും പടരുകയാണ്. ഇന്നലെ മാത്രം 10,121 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സ തേടിയത്. മഞ്ഞപ്പിത്തം, എലിപ്പനി, ടൈഫോയിഡ് തുടങ്ങിയ മഴക്കാല പകർച്ചവ്യാധികളുടെയും വ്യാപനം ആശങ്ക ഉയർത്തുന്നുണ്ട്. പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി കൃത്യസമയത്ത് ഡോക്ടറെ സമീപിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ്. വ്യക്തി ശുചിത്വം പാലിക്കണമെന്നും കുടിവെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്വാതന സാജു വിവരങ്ങൾ നൽകാനുണ്ട്. സ്വാതന, അപ്പോൾ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ മഴയാണ് വരാനിരിക്കുന്നത്. അപ്പോൾ തന്നെ പനിയും ജലദോഷവും ഒക്കെയായ ഒരുപാട് ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഒരു ആശങ്കയുടെ അടിസ്ഥാനം എന്താണ്? അതോടൊപ്പം മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? ശ്രുതി, നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി വലിയ വെയിലായിരുന്നു. അതിനുശേഷം ശക്തമായ മഴ ആരംഭിച്ചു. പെട്ടെന്ന് കാലാവസ്ഥയിലുള്ള ഒരു മാറ്റമടക്കം ഈ പനി കൂടാനുള്ള കാരണമായിട്ടുണ്ട് എന്നാണ് ഈ ആരോഗ്യ വിദഗ്ധരൊക്കെ തന്നെയും വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ഓരോ ദിവസവും പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 4-ാം തീയതി മാത്രം സംസ്ഥാനത്ത് ഏതാണ്ട് 10,000-ത്തിലധികം ആളുകളാണ് പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കൃത്യമായ കണക്ക് നോക്കുകയാണെങ്കിൽ 10,121 പേരാണ് സംസ്ഥാനത്ത് ഇന്നലെ പനി ബാധിച്ച ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഏറ്റവും അധികം ആളുകൾ പനി ബാധിച്ച ആശുപത്രിയിൽ എത്തിയത് മലപ്പുറം ജില്ലയിലാണ്. 2,140 പേർക്കാണ് മലപ്പുറത്ത് ഇന്നലെ പനി ബാധിച്ചത്. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് 1,080 പേരും പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട്, തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ് ജില്ലകളിലാണ് പിന്നീട് ഏറ്റവും അധികം ആളുകൾ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയത്. ഇവിടെയൊക്കെ 900, 700 അത്തരത്തിലുള്ള കണക്കുകളാണ്. 900-ത്തിലധികം ആളുകൾ എത്തിയ ജില്ലകളുണ്ട്. അതുപോലെ തന്നെ 700-ലധികം ആളുകൾ ചികിത്സ തേടിയ ജില്ലകളുണ്ട്. അങ്ങനെ പലയിടത്തും ഈ വൈറൽ ഫീവർ അത് പകരുകയാണ് എന്നുള്ളത് തന്നെയാണ്. സാധാരണ ഈ ക്ലൈമറ്റ് ഒക്കെ മാറുമ്പോൾ, ഈ കാലാവസ്ഥയൊക്കെ മാറുമ്പോൾ ഇത്തരത്തിൽ പനി ബാധിക്കാനുള്ള ഒരു സാധ്യത എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിക്കുന്നത്. ഈ വൈറൽ പനി മാത്രമല്ല, ഈ മഞ്ഞപ്പിത്തം, എലിപ്പനി, ടൈഫോയിഡ് അടക്കമുള്ള പകർച്ചവ്യാധികളും പകരുന്നുണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും ഈ എലിപ്പനി അടക്കം, പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ കാലിലോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളക്കെട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ ഈ എലിപ്പനിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ ഈ ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതാണ്. അപ്പോൾ മഴ കൂടി തുടങ്ങിയ പശ്ചാത്തലത്തിൽ പലയിടങ്ങളിലും ഈ ആശുപത്രിയിൽ പനിയായിട്ടൊക്കെ എത്തുന്ന ആളുകളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് മഞ്ഞപ്പിത്തവും അതുപോലെ തന്നെ എലിപ്പനിയും ഒക്കെ ഉള്ളതായി കണ്ടെത്തുന്നു എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായുള്ള പോംവഴി ഇതിനെ തടയാനുള്ളത് നമ്മൾ കൃത്യമായ തരത്തിൽ ഉള്ള വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക. പുറത്തുനിന്നൊക്കെ ഈ സാധാരണ ഇടങ്ങളിൽ നിന്നൊക്കെ വാങ്ങുന്ന വെള്ളം അത് നല്ലതാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു സാധാരണ പനിയല്ല, അതുകൊണ്ട് നമുക്കൊരു പാരസിറ്റമോളൊക്കെ കഴിച്ചെങ്കിൽ ഇരിക്കാം എന്നാണെങ്കിൽ അത് പാടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. കൃത്യമായ രീതിയിൽ നമ്മൾ ചികിത്സ തേടേണ്ടതുണ്ട്. അപ്പോൾ ആശുപത്രികളിലെത്തി ചികിത്സ തേടി മരുന്ന് വാങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിൽ ഒരു ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകുക. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് എന്തായാലും ആരോഗ്യവകുപ്പും വ്യക്തമാക്കുന്നത്. ശരി, സ്വാതന്ത്ര്യമാണ് വിവരങ്ങൾ നൽകിയതപ്പോൾ ചെറിയ പനി മാത്രമല്ല, അതിപ്പോൾ ഒരു എലിപ്പനി, ഡെങ്കിപ്പനി, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം ആ അവസ്ഥയിലേക്കൊക്കെ മാറുന്നുണ്ട് എന്നുള്ളതാണ്. ചെറിയ തോതിലെങ്കിലും നമ്മളൊന്ന് പേടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ പോകുക, മരുന്ന് വാങ്ങിക്കുക, പരമാവധി അസുഖം വരുത്തി വെക്കാതെ സൂക്ഷിക്കുക, മഴയൊക്കെ നനയാതെ പുറത്തേക്ക് ഇറങ്ങാതെ പരമാവധി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്.